എന്താണ് എന്താണ് മയങ്ങാൻ എന്താണ് 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 എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാം പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ Tin tin ha ha tin tin ha. പോവാണോ? എങ്ങോട്ട് പോവാ? പോവാണോ? ആ ശരിയേ. ജോലിക്ക് പോവാ? ഉണ്ണി. ആ ഉണ്ണിയല്ലേ, അതൊക്കെ മനസ്സിലായി. എന്താണ് ആരാടാ അത്? അതാരാ ഗേറ്റിന്റെ അവിടെ? അതാരെങ്കിലും വഴി കൂടെ പോണവരല്ലേ? എടാ പെണ്ണായിട്ട് കുറെ നേരമായിട്ട് കുറുകിക്കൊണ്ടിരിക്കടാ. ആരാണ്? ആരാത്? എന്റെ പെണ്ണിനെ പറഞ്ഞാൽ മതി, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട പറഞ്ഞല്ലേ. എന്ത് വർത്തനം? അവൻ്റെ ഫോണ് ചോദിക്കടാ, ചോദിക്കേ. അയ്യയ്യയ്യേ, ഇങ്ങനൊരു പോങ്ങൻ. വേഗം നടക്കണ്ട, പോവാ. ബാഗില്ലേ? ഓ ബാഗ് വേണോ? അതാണോ വന്നേ? തെറ്റി വന്നൊരു എന്തിനാ വന്നത്? ഇത് മറ്റേ ഉണ്ണിയല്ലേ? പോയി പിടിക്കടാ. എന്താ അറിയില്ല. ആരാടിയത്? ആരാധേന്ന് ഇവിടെ നിന്ന് സ്ഥലം കഴിഞ്ഞിട്ടാണോ റോഡ് സൈഡിൽ നിന്നുള്ള എന്റെ കഥകളി കേറി വഴികള്? എന്താ എന്റെ ഉദ്ദേശം? എന്താ ഈ വഴിയിൽ പോണവരോടൊക്കെ സംസാരിക്കാൻ നീ ആരാവൻ? അതുണ്ണി. അപ്പൊ അവന്റെ പേര് അറിയോ എനിക്ക്? അത് ഇവിടെ ഇവിടെ ഉള്ളതല്ലേ? എടി ഈ വീട്ടിന്റെ അകത്ത് ഇരിക്കണം, നീ എങ്ങനെ ഈ അവിടെ ഇവിടെ ഉള്ളവരെ അറിയണേ? അല്ല എന്തിനിപ്പ ഏട്ട ഓടിയത്? അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ. മണ്ടോദരി അടുത്ത് എന്തോ അങ്ങനെ ചോദിച്ചു നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അവളോടും ചോദിച്ചു എന്താന്ന്. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. എന്നോട് കണ്ടപ്പോ നേരെ ഓടി. അതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അതുവരെ എത്തിപ്പോ കാര്യങ്ങള്. അല്ല സത്യ, ഇക്ക എന്നോടൊരു കാര്യം പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട പെണ്ണുങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാൻ ഓരോന്ന്. അതെ, അവിടെ നിൽക്ക് അങ്ങോട്ട് വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാൽ മതി. ഞാനിപ്പോ ഈ വാട്സപ്പിൽ ഞാനിങ്ങനെ എപ്പോഴും കുത്തിരിക്കലുണ്ട്. ഓരോന്നൊക്കെ നോക്കിയിട്ട് ആൾക്കാർക്ക് ഇപ്പോ ഈ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കലുണ്ടല്ലോ. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഇന്നലെ രാത്രിയില് ഇത് അയക്കണ സമയത്ത് മണ്ടോദരിയുടെ പീഡിയയിൽ ലേറ്റ് കത്തി കിടക്കണ്ട്. അല്ല എന്ന് പറഞ്ഞാല് ഓളുടെ വാട്സപ്പില് ഇങ്ങനെ ഉണ്ട്, ഓളുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു മര്യാദക്ക് ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ച്. അപ്പൊ ഞാൻ ഈ ഗുഡ് നൈറ്റ് അങ്ങോട്ട് അയച്ചിട്ടൊരു 2 മിനിറ്റ് നേരം എടുത്തില്ല, ഉടനെ ഉണ്ട് ഓള് എനിക്ക് ഇങ്ങട് മറ്റേ സാധനം ഇങ്ങോട്ട് അയച്ച്. മറ്റേ ഇതുണ്ടല്ലോ, ഈ പ്രേമത്തി മൊഹബത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഈ ആലിലെ മരത്ത് ഇങ്ങനെ ആവണ ഒരു സാധനല്ലോടോ ചുമന്നിട്ട്, അതുണ്ട് എനിക്ക് അയച്ചേക്കണേ. ഈ ഒന്ന് ആലോചിച്ചോക്ക് സത്യ, സംഗതിക്ക് സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാന് ചെറുപ്പന്മാർക്ക് തന്നെയാണ്, പക്ഷെ 10-25 വയസ്സായ ഒരാളല്ലേ ഞാന്. എനിക്കുള്ളത് അങ്ങനെ അയക്കാ പറഞ്ഞ ആർക്കൊക്കെ ഇപ്പൊ അയക്കുണ്ടാവും. അല്ല ഞാൻ എന്നോട് വിഷമിക്കാൻ പറയല്ല, അത് ശ്രദ്ധിക്കണം. ഞാൻ അത് പറയണ്ട വിചാരിച്ചാണ്. അപ്പോഴാണ് ഇപ്പൊ ഗേറ്റിന്റെ അവിടുന്ന് ഓൻ്റെ ഓട്ടം. ഇത് കണ്ട പിന്നെ എനിക്ക് എൻ്റെ അടുത്തേക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ?
അപ്പൊ ഇജ്ജ് അതൊന്നും നിയന്ത്രിക്കണം. ഓളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഇല്ല അച്ഛാ, ഈ ഗേറ്റിന്റെ അവിടെ ഇനി ആൾക്കാർ കൂടും. ഇതൊന്നും നമ്മുടെ കുടുംബത്തിക്ക് ചേർന്നല്ല. അങ്ങനെ പല ജാതി ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ കുടുംബത്ത് വേണ്ട. നമ്മുടെ കുടുംബത്തിന്റെ മാന്യത എന്താ ഒരാളെ പിടിക്കാഞ്ഞ്? ആരാടിയത്? അതെനിക്ക് മനസ്സിലായി. നിന്റെ ആരാണ്? അവൻ എന്തിനാ അവിടെ വന്നത്? അറിയില്ല. നീ വിളിച്ചിട്ട് വന്നതാണോ? അല്ല. സത്യം പറഞ്ഞ മണ്ടോദരിന്റെ അടുത്ത്. ഇല്ല, എന്റെ മുമ്പിൽ നീ മായം കളിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്തിനാ അയാളെ വിളിക്കണേ? പിന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ അയാൾ വന്ന് നിൽക്കുമ്പോ എന്താ സംസാരിച്ചേ അത് അവനോട് പറ. എന്താ ഒന്നും സംസാരിച്ചില്ല. എന്നെ കണ്ടപ്പോ അവൻ ഓടിപ്പോയത് എന്തിനാണ്? അതെന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഏട്ടെന്തിനാ പുറകെ ഓടിയത്? നിന്റെ ഫോൺ അവിടെ എന്തിനാ? എടുക്ക്. നമ്പറല്ല, ഇൻസ്റ്റാഗ്രാമിലാ. ഇൻസ്റ്റാഗ്രാം ലോകത്തിലുള്ള എല്ലാവർക്കും കാണാം. അയ്യോ, ഇവള് അവൻ അയച്ചിട്ടുള്ള ചിഹ്നാണിത്. ഈ ചിഹ്നം എന്താന്ന് അച്ഛന് മനസ്സിലായ? എന്താണ്? ചുമന്ന ആലിന്റെ അല്ല. ചുമന്ന ആലിന്റെ അല്ല അച്ഛാ, ഇത് ലവ് ആണ്. ലവ്. അയ്യോ ഏട്ടാ, ഞാൻ ലൈക്ക് അടിച്ചതാ. എന്ത് ലൈക്ക്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ, അങ്ങനെ കയറൂര് വിട്ടാ ഇതും സംഭവിക്കുന്നില്ല, അപ്പുറം സംഭവിക്കുന്നു. എടാ നോക്കി നിൽക്കാതെ അവനോട് പോയി ചോദിക്കടാ. കയ്യും വീശി പോവല്ലേ, വെട്ടത്തി എടുത്തിട്ട് പോ. എന്തേ? ഉള്ളത് പറയുമ്പോ നീ ബിപിനെ കുറ്റം പറഞ്ഞോ? എന്റെ അച്ഛൻ എന്തുണ്ടെന്ന് പറയണേ. എടാ നീ കൈ വിട്ടുപോയി, കുടുംബം നശിച്ചു. അതന്നെ ഇവിടെ ആണുങ്ങൾ പറയണത് പോലെ നടക്കും. നിങ്ങൾ ഇനി കയറൂര് വിട്ടാൻ പറ്റില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് കാര്യം. നീ ഒന്നും പറയേണ്ടത്. ഇതെല്ലാം അയക്കുന്നതാ. എന്താ അയക്കണത്? മറിമായം